ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാമത്തുൽ ഖസീം എന്നറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുള്ളയുടെ മൻലൂമത്തുൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ വ ശർഹുഹ, ഫിഖ്ഹി ഖാഇദകൾ, കർമ്മശാസ്ത്ര അടിസ്ഥാന നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രചിച്ച കവിതയും അതിന് അദ്ദേഹം തന്നെ നൽകിയ വ്യാഖ്യാനവും അടിസ്ഥാനമാക്കിയുള്ള തുടർ പഠന ക്ലാസ്സിലാണ് നാം ഉള്ളത്. 2 ക്ലാസ്സുകൾ കഴിഞ്ഞു, ഇന്ന് 3ാമത്തെ ക്ലാസ്സാണ്. മൊത്തം 49 ബെയ്ത്തുകളാണ് ഈ മൻലൂമയിൽ ഉള്ളത്. അതിൽ ആദ്യത്തെ 10 ബെയ്ത്തുകൾ ഹംദും സലാത്തും സലാമും മുഖദ്ദിമയും ആമുഖവുമാണ്. അവസാനത്തെ 2 ബെയ്ത്തുകൾ ഇതിൻ്റെ ഒരു സമാപനം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ 2 പ്രാർത്ഥനാ വചനങ്ങളുമാണ്. ആ 12 കഴിഞ്ഞാൽ ബാക്കി 37 ബെയ്ത്തുകളിലായി ഫിഖ്ഹിൻ്റെ മുഴുവൻ തത്വങ്ങളെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അതിൽ 13 ബെയ്ത്തുകൾ ഇന്നലെ വരെയുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1ാമത്തെ ഖാഇദ നമ്മൾ പറഞ്ഞത് നിയ്യത്താണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലുള്ള 1ാമത്തെ ഖാഇദ നിയ്യത്ത് നിർബന്ധമാണ് എന്നത്. 2ാമത്തെ ഖാഇദ നമ്മൾ പറഞ്ഞത് ദീന് എപ്പോഴും മസ്ലഹത്തിനെ പരിഗണിക്കുകയും മഫ്സദത്തിനെ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. ദീനിലെ ഏത് നിയമവും അടിമകളുടെ ഐഹികമോ പാരിത്രികമോ ആയ നന്മകൾക്ക് വേണ്ടിയും ദോഷങ്ങളെ ഇല്ലാതാക്കാനും വേണ്ടിയാണ്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഭാഗം. അതിൻ്റെ ഒരു ഉപഭാഗം എന്നതിലേക്ക് ശൈഖ് റഹിമഹുല്ലാഹ് എടുത്തു പറഞ്ഞു, ഫഇൻ തസാഹം അദദുൽ മസാലിഹി യുഖദ്ദമുൽ അഅ്ലാ മിനൽ മസാലിഹി. മസ്ലഹത്തുകൾ ഒന്നിലധികം പരസ്പരം എതിരായി വരികയാണ് എങ്കിൽ ഏതാണോ കൂടുതൽ മസ്ലഹത്തുള്ളത് അതാണ് പ്രാവർത്തികമാക്കേണ്ടത്. നമ്മൾ പറഞ്ഞു, ഒരേ സമയത്ത് 2 മസ്ലഹത്തുകൾ ചേർന്ന് വരുന്നു. രണ്ടാലും ഒന്നേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒന്ന് ചെയ്താൽ മറ്റേത് ഇല്ലാതാകും, അത് ചെയ്താൽ ഇതില്ലാതാകും എങ്കിൽ കൂടുതൽ മസ്ലഹത്ത് ഏതാണോ അതാണ് പരിഗണിക്കേണ്ടത്. ഉദാഹരണം നമ്മൾ പറഞ്ഞത്, നിസ്കാരത്തിൽ ഇഖാമത്ത് വിളിച്ചു, ആ സമയത്ത് ഇമാമിനെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ കൂടുക എന്നത് ഒരു മസ്ലഹത്ത്, സുന്നത്ത് നിസ്കരിക്കുക എന്നത് മറ്റൊരു മസ്ലഹത്ത്. എന്നാൽ ഇത് രണ്ടും ഒരേ സമയം പ്രാവർത്തികമാക്കാൻ കഴിയില്ല. ഇമാമിനെ കൂടെ നിസ്കാരം തുടങ്ങണമെങ്കിൽ സുന്നത്ത് വേണ്ടെന്ന് വെക്കണം. സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമിനെ കൂടെ തുടക്കം മുതലേ കൂടാതിരിക്കാവുന്നത് വേണം. അപ്പം രണ്ടും പരസ്പരം എതിരായി വരുമ്പോൾ ഏതാണോ കൂടുതൽ നന്മയുള്ളത് അതിനെ മുന്തിക്കണം. അപ്പോൾ അവിടെ സുന്നത്ത് നിസ്കരിക്കേണ്ടതില്ല, ഫർദിനെയാണ് മുന്തിക്കേണ്ടത്. നബി ഞങ്ങൾ ഇതിലേക്ക് വെളിച്ചം നൽകി, ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ, പിന്നെ ഫർളല്ലാത്ത നിസ്കാരമില്ല എന്ന് നബി ഞങ്ങൾ പറയുകയും ചെയ്തു. അത് ഈ ഖാഇദയാണ്, ഈ തത്വമാണ് അവിടെ പഠിപ്പിക്കപ്പെടുന്നത്. ആ മസ്ലഹത്തുകൾ ഒന്നിലധികം 2 അതിൽ കൂടുതലോ ഒരേ സമയം പരസ്പരം വിരുദ്ധമായി വരികയാണ് എങ്കിൽ കൂടുതൽ മസ്ലഹത്ത് ഏതാണോ അതാണ് പരിഗണിക്കേണ്ടത്. ഇനി അതിൻ്റെ വിശദാംശമായി നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ ചില സന്ദർഭങ്ങളിൽ അഫ്ളലായതിനെ മാറ്റിവെച്ച് അതിനേക്കാൾ ഫضل കുറഞ്ഞതിനെ മുന്തിക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. ചിലത് ആ സ്ഥലത്തു മാത്രം പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്,
അല്ലെങ്കിൽ ആ സമയത്ത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ആ സമയം കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകും. എങ്കിൽ അവിടെ ശ്രേഷ്ഠമായതല്ല എടുക്കുക, അല്ലാത്ത എടുക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞു, നിസ്കാര ശേഷം ഖുർആൻ ഓതുകയാണോ നല്ലത്, അല്ല നിസ്കാര ശേഷം ദിക്ർ ചൊല്ലാണോ നല്ലത് ചോദിച്ചാൽ ദിക്ർ ചൊല്ലുകയാണ്. എന്നാൽ ദിക്ർ ചൊല്ലിനേക്കാളും അഫ്ദലാണ് ഖുർആൻ ഓതൽ. പക്ഷെ ഇത് ഈ സമയത്ത് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട സുന്നത്താണ്. ആ സമയം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പോൾ അവിടെ ദിക്റാണ് അവൻ ചൊല്ലേണ്ടത്. 3-4 കാരണങ്ങൾ പറഞ്ഞു. ആ കാരണങ്ങളാൽ ചിലപ്പോൾ ഫദൽ കുറഞ്ഞതിനെ മുന്തിക്കേണ്ടി വരും. ഇനി അതിൻ്റെ മറുവശമാണ് അടുത്ത ബൈത്ത്. ഇവിടെ 2 മസ്ലഹത്തൊപ്പം വന്നാൽ രണ്ടും കൂടി ചെയ്യാൻ കഴിയില്ലെങ്കിൽ വലിയ മസ്ലഹത്ത് ഏതോ അതാണ് പ്രാവർത്തികമാക്കേണ്ടത്. എന്നാൽ 2 മഫ്സദത്തുകൾ ഒന്നിച്ചു വന്നു, 2 ഫസാദുകൾ ഒന്നിച്ചു വന്നു, രണ്ടാൽ ഒന്ന് ചെയ്തേ പറ്റൂ. രണ്ടും കൂടെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ചോദ്യമില്ല, രണ്ടും ഒഴിവാക്കണം. രണ്ടാൽ ഒന്ന് ചെയ്തേ പറ്റൂ എങ്കിൽ ഏത് ചെയ്യണം? അതാണ് അടുത്തത് 14-ാമത്തെ വരി. വളിദ്ദുഹു തസാഹുബുൽ മഫാസിദി യുർതകബുൽ അദ്നാ മിനൽ മഫാസിദി. വളിദ്ദുഹു ഇത് വിപരീതമാണ്. അത് മസ്ലഹത്ത് നമ്മൾ പറഞ്ഞത്, മസ്ലഹത്ത് തസാഹുമായി വന്നാൽ യുഖദ്ദമുൽ അഅ്ലാ മിനൽ മസാലിഹി, മസ്ലഹത്തുകൾ അഅ്ലയായത് മുന്തിക്കണം. വളിദ്ദുഹു അത് വിപരീതമാകുന്നു മഫ്സദത്തുകൾ. അതെന്താ? തസാഹുമുൽ മഫാസിദി, മഫ്സദത്തുകൾ ഒന്നിനുമേൽ ഒന്നായി വരിക എന്നുള്ളത് ഇത് നേരെ വിപരീതമാണ്. അപ്പോൾ യുർതകബുൽ അദ്നാ മിനൽ മഫാസിദി, ഏറ്റവും ചെറിയതാണ് ചെയ്യേണ്ടത്, വലിയതല്ല. 2 മസ്ലഹത്തൊപ്പം വരുമ്പോൾ വലിയത് ചെയ്യുക, ചെറുത് ഒഴിവാക്കുക. 2 മഫ്സദത്തൊപ്പം വരുമ്പോൾ ഏറ്റവും ചെറിയത് ഏതാണോ അത് ചെയ്യുക, മറ്റതൊക്കെ വേണ്ടെന്ന് വെക്കുക. അപ്പോൾ ചില മഫ്സദത്തുകൾ ചെയ്യേണ്ടി വരും, ചില ദോഷങ്ങളുണ്ട് ചെയ്യേണ്ടി വരും. അത് ചെയ്തില്ലെങ്കിൽ അതും വലിയ ദോഷം വരാനുണ്ട്. എങ്കിൽ വലിയ ദോഷം ഇല്ലാതാക്കാൻ വേണ്ടി ചെറിയ ദോഷത്തെ ചെയ്യുക. ചെറിയ ചെറിയ കുഴപ്പങ്ങൾ, തകരാറുകൾ, ചില പോരായ്മകൾ ഒക്കെ ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. എന്തിനാണ്? അതിനേക്കാളും വലിയ ഷർറ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അഖഫുദ്ദറൈൻ എന്ന് പറയും. 2 ലൊറുകളിൽ അഖഫായത്, ഭാരം കുറഞ്ഞതിനെയാണ് പ്രാവർത്തികമാക്കേണ്ടത്. ഒരു ദോഷമുണ്ട്, വലിയ ദോഷം അപ്പുറത്ത് മറ്റൊന്നുമുണ്ട്. എങ്കിൽ ചെറുത് ചെയ്താൽ വലുത് ഒഴിവാകുമെങ്കിൽ വലുത് ചെയ്യാം. ഇനി ചെറുത് ചെയ്താൽ വലുത് ഒഴിവാകൂല എന്നാലോ അപ്പോൾ ചെറുത് ചെയ്യാൻ പറ്റുകയുമില്ല. അതാണ് ഇത് വിപരീതമായി വരുമ്പോൾ യുഖദ്ദമുൽ അദ്നാ മിനൽ മഫാസിദി, മഫ്സദുകളിൽ അദ്നയായതാണ് മുന്തിക്കേണ്ടത്. മഫ്സദുകൾ എന്ന് പറയുമ്പോൾ 2 രൂപത്തിലാണ് വരിക. ഒന്ന് ഹറാമ്, മറ്റൊന്ന് കറാഹത്ത്. അപ്പോൾ 2 കാര്യം വന്നു. ഒന്ന് ഹറാമാണ്, മറ്റത് കറാഹത്താണ്. ഒന്നുകിൽ ഈ ഹറാമ് ചെയ്യണം, അല്ലെങ്കിൽ ആ കറാഹത്ത് ചെയ്യണം. എങ്കിൽ ഏതാ ചെയ്യാൻ നല്ലത്? കറാഹത്ത് ചെയ്യുക, ഹറാമ് വേണ്ടെന്ന് നോക്കുക. ഈ 2ഉം കറാഹത്താണ് എങ്കിൽ കൂടുതൽ കറാഹത്ത് ഏതാണോ ഉള്ളത്, ഗൗരവം കൂടിയത് ഏതാണോ അത് ഒഴിവാക്കുക, ഗൗരവം കുറഞ്ഞത് പ്രാവർത്തികമാക്കുക. 2ഉം ഹറാമാണ് എങ്കിൽ ഗൗരവമേറിയ ഹറാമിനെ ഒഴിവാക്കുക, ഗൗരവം കുറഞ്ഞ ഹറാമിനെ പ്രാവർത്തികമാക്കുക. ചിലതൊക്കെ പക്ഷേ സാന്ദർഭികമായും സാഹചര്യം അനുസരിച്ച് അതിൽ ഏറ്റ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഇപ്പോൾ വിശന്ന് പൊരിയാണ്, മരിക്കാൻ കിടക്കുകയാണ്, ഹറാമാണെന്ന് ഉറപ്പുള്ള ഒരു ഭക്ഷണമുണ്ട്, ഹറാമാണോ അല്ലെന്ന് സംശയമുള്ള ഒരു ഭക്ഷണവുമുണ്ട്. ഏതെങ്കിലും ഒന്ന് കഴിച്ചെങ്കിലേ ജീവൻ നിലനിൽക്കുള്ളൂ. എങ്കിൽ കഴിക്കേണ്ടത് ഏതാണ്? ഹറാമാണോ അല്ലെന്ന് സംശയമുള്ളത് കഴിക്കുക. മറ്റു ഉറപ്പാണ് ഹറാമാണെന്നത്, ഇത് ഉറപ്പില്ല, ചിലപ്പോൾ ഹറാമായേക്കാം. അപ്പം ഇത് മറ്റേതിനെ അപേക്ഷിച്ച് ഗൗരവം കുറവാണ്. ഈ ഗൗരവം കുറഞ്ഞതിനെ പ്രാവർത്തികമാക്കണം, മറ്റേതവൻ ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പം ഇത് ജീവിതത്തിൽ എല്ലാ രംഗത്തേക്കും പാലിക്കേണ്ടുന്ന ഒരു മര്യാദയാണ്. അപ്പം ചിലതൊക്കെ തെറ്റാണ്, ദോഷമാണ് എന്ന് അറിയുമെങ്കിലും ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരാം. അതിനേക്കാളും വലിയ ദോഷത്തെ തടയാൻ വേണ്ടി ഇതൊരു പക്ഷെ പ്രാവർത്തികമാക്കേണ്ടി വരാം. അതാണ് മറ്റേതിനെ വിപരീതം. അപ്പം മസ്ലഹത്തും മഫ്സദത്തുമാണ് എപ്പോഴും ഇസ്ലാം പരിഗണിച്ചത്. മസ്ലഹത്തിനെ മുന്തിക്കുക, മസ്ലഹത്തിനെ സ്ഥാപിക്കുക, മസ്ലഹത്തിനെ സംരക്ഷിക്കുക, മഫ്സദത്തിനെ ഇല്ലാതാക്കുക. ഇതാണ് ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാനം. മസ്ലഹത്തുകൾ പരസ്പരം വിരുദ്ധമായി വരുമ്പോൾ വലിയ മസ്ലഹത്തിനെ പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത്. മഫ്സദത്തുകൾ പരസ്പരം എതിരായി വരുമ്പോൾ ചെറിയ മഫ്സദത്തിനെ പ്രാവർത്തികമാക്കിയിട്ട് തൽക്കാലം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതോടെ ആ കായിദ അവസാനിച്ചു. ഇനി 3-ാമത്തെ കായിദ, ഖായിദത്തു ശരീഅത്തി തൈസീറു ഫീ കുല്ലി അംരിൻ നാബഹു തഅസീറു എന്നാണ്. അടുത്തൊരു കായിദ ശരീഅത്തിന്റെ കായിദയാണ് അത്തൈസീറു. ഖായിദത്തു ശരീഅ, ശരീഅത്തിന്റെ ഈ മതത്തിന്റെ
അടിസ്ഥാന നിയമത്തിൽപ്പെട്ടതാണ് അത്തൈസീർ, എളുപ്പമുണ്ടാക്കി കൊടുക്കുക. മതം ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല, മതം എപ്പോഴും ആശ്വാസം നൽകുന്നതാണ്. മതം എപ്പോഴും പ്രയാസമില്ലാതാക്കാനാണ്, അടിമകൾക്ക് ആശ്വാസം നൽകാനാണ് മതം. അതുകൊണ്ട് ദീനിൽ എപ്പോഴും തൈസീർ, യുസ്ർ, യസീർ, എളുപ്പമുണ്ടാകും. ഫീ കുല്ലി അംരിൻ നാബഹു തഅ്സീറു, തഅ്സീർ ഉണ്ടായ, ഉസ്റുണ്ടായ, പ്രയാസം എവിടൊക്കെ വന്നോ അവിടൊക്കെ മതത്തിൽ ആശ്വാസം ഉണ്ടാകുന്നു. ഒരു നിയമം മതം പഠിപ്പിച്ചു, പക്ഷെ ആ നിയമം പാലിക്കുന്നിടത്ത് പ്രയാസങ്ങളുണ്ട് എങ്കിൽ പ്രയാസം കൂടുന്തോറും ദീനിൽ ആശ്വാസം കൂടി വരുന്നതാണ്. എത്ര പ്രയാസമുണ്ടോ അതിനനുസരിച്ച് ആശ്വാസം അല്ല കൂട്ടി കൊടുക്കും. അത് മതത്തിന്റെ അസ്ലാണ്. കാരണം മതം ഒരിക്കലും മനുഷ്യന്മാരെ ഇടങ്ങാറാക്കാനല്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ തത്വമാണിത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു മതത്തിൽ ഒരു പ്രയാസവും നിശ്ചയിച്ചിട്ടില്ല. അപ്പം മതത്തിന്റെ അസ്ൽ തന്നെ പ്രയാസമില്ലാതാക്കണം. നേരത്തെ പറഞ്ഞല്ലോ, മതം എന്തിനാണ്? മസ്ലഹത്തിനാണ്. ദുനിയാവിലും മസ്ലഹത്താണ്, ആഖിറത്തിലും മസ്ലഹത്താണ്. അങ്ങനത്തെ ഒരു മതം, ആ നിയമം പാലിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ വ്യക്തികൾക്ക് ചിലപ്പോൾ ആപേക്ഷിക പ്രയാസം വന്നേക്കാം. ആ പ്രയാസം ഉണ്ടാകുമ്പോൾ മതം അവിടെ ആശ്വാസം ചെയ്തു കൊടുക്കും. ഈ പ്രയാസം എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലാണ്. കന്നൽ ഉമ്മൂർ ആനി, രണ്ട് രൂപത്തിലാണ് കാര്യങ്ങൾ ഉണ്ടാവുക. ഒന്ന്, ഒരിക്കലും ഒരു മനുഷ്യൻ ചെയ്യാൻ കഴിയാത്ത കാര്യം, മനുഷ്യന്മാർക്ക് ചെയ്യാനേ കഴിയാത്തൊരു കാര്യം, അതൊരിക്കലും മതം കൽപ്പിക്കുകയില്ല. അങ്ങനത്തെ രീതിയിലുണ്ടാവില്ല. മനുഷ്യന്മാർക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്ത നിയമം ഇസ്ലാമിലില്ല. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പം ജീവിതം മുഴുവനും നോമ്പ് ഒഴിക്കണമെന്ന് ഇസ്ലാം പറയില്ല. അത് മശക്കത്താണ്, പ്രയാസമാണ്, അതില്ല. സമ്പത്ത് മൊത്തം കൊടുക്കണം, അത് പറയില്ല. കഴിയാത്തൊരു കാര്യം അല്ലാഹു തആല കീർത്തിക്കുകയില്ല. ലാ യുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന് പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥനയും അതാണ്, റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ തഖന ബി എന്ന് പറഞ്ഞൊക്കെ ഈ ആശയമാണ്. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല ഈ കാര്യം പഠിപ്പിച്ചു. എന്നാൽ രണ്ടാമതൊരു കാര്യമുള്ളത് ആൾക്ക് കഴിയുന്ന കാര്യമാണ്. കഴിയുന്ന കാര്യം മാത്രമാണ് അല്ലാഹു തആല കൽപ്പിച്ചത്. മനുഷ്യർക്ക് കഴിയാത്തൊരു കാര്യം അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല. എന്നാലും ആ കഴിയുന്ന കാര്യം തന്നെ ചില വ്യക്തികൾക്ക് ചില സന്ദർഭങ്ങളിൽ പ്രയാസങ്ങൾ വരും. ആ പ്രയാസം വരുമ്പോൾ അല്ലാഹു തആല അവിടെ ആശ്വാസം നൽകുന്നു. ഇവിടെ മതത്തിൽ ഏത് ആശ്വാസം എടുത്തു നോക്കിയാലും ഈ പ്രയാസം വരുന്നിടത്താണ്. ഉദാഹരണം, നിസ്കരിക്കുമ്പോൾ നിന്ന് നിസ്കരിക്കണം, അതാണ് മതത്തിന്റെ നിയമം. നിസ്കരിക്കാൻ കഴിയില്ലേ? കഴിയും, നിസ്കരിക്കാൻ കഴിയും. അവിടെ ആ കഴിയുന്ന പണി അല്ലാഹു പറഞ്ഞു, നിങ്ങൾ നിന്ന് നിസ്കരിക്കണം. എന്നാൽ ഒരാൾക്ക് അസുഖം വന്നു, നിൽക്കാൻ കഴിയില്ല, ഇനി അയാൾ നിൽക്കണം എന്ന് ഇസ്ലാം പറയോ? പറയില്ല. അവിടെ അല്ലാഹു റസൂൽ പറഞ്ഞു, നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നോ. ഇരിക്കാനും കഴിയില്ല, പ്രയാസം കൂടി. പ്രയാസം കൂടിയാൽ ആശ്വാസം കൂടും. പ്രയാസം കൂടുന്തോറും ദീനിലെ ആശ്വാസം കൂടി വരും. അപ്പൊ നിൽക്കാൻ പ്രയാസമുണ്ട്, അപ്പൊ ഇരിക്കാം. ഇരിക്കാനും കഴിയില്ല, എന്നാ കിടക്കാം. അപ്പൊ കണ്ടോ, പ്രയാസം എത്ര കൂടിയോ അത്ര ആശ്വാസം കൂടുന്നു. വുളൂ ചെയ്യാൻ വയ്യ എങ്കിൽ വേണ്ട, തൈമം ചെയ്തോ, ആശ്വാസമാണ്. തൈമം ചെയ്യാനും വയ്യ, എന്നാ വേണ്ട, തൈമവും വേണ്ട, നിസ്കരിച്ചാൽ മതി. അപ്പൊ പ്രയാസം കൂടുന്തോറും ദീൻ അവൻ ആശ്വാസം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഫിഖ്ഹിയായ ധാരാളം മസ്അലകൾ ഇതിൽ വരും. നോമ്പ് നോൽക്കണം, നിയമമാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉള്ളവരെല്ലാം നോമ്പ് നോൽക്കണം, നിയമമാണ്. അത് കഴിയുന്ന കാര്യമാണ്. എന്നാൽ 24 hour നോമ്പ് പറഞ്ഞോ? ഇല്ല, അത് കഴിയില്ല, അത് കഴിയില്ല. അപ്പം അതില്ല, അത് പാടില്ല എന്ന് പറഞ്ഞു. സുബഹി മുതൽ മഗ്‌രിബ് വരെ അത് മനുഷ്യന് കഴിയും. എന്നാൽ ഒരാൾ യാത്ര പോവുകയാണ്, യാത്ര പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്കിത് കുറച്ച് പ്രയാസമുണ്ടാകും. എന്നാൽ വേണ്ട, യാത്രക്കാർ നോമ്പ് നോക്കണ്ട, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരിക്കൽ നോറ്റാൽ മതി. രോഗിയാണ്, അപ്പോൾ രോഗിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും മരുന്ന് കഴിക്കേണ്ടി വരും, ഭക്ഷണ സമയത്ത് കിട്ടേണ്ടി വരാം, അതൊക്കെ പ്രയാസമാണ്. ശരി, നോമ്പ് നോക്കണ്ട, അപ്പം പിന്നെ നോറ്റാലും മതി. അപ്പോൾ പ്രയാസം വന്നപ്പോൾ ദീൻ അവന് ആശ്വാസം, എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നു. ദീനിൽ പ്രയാസമില്ല എന്നാണ്. എത്ര അവൻ്റെ ബുദ്ധിമുട്ട് വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു നൽകുന്ന ഇളവുകളും വർദ്ധിച്ചു കൊണ്ടിരിക്കും. യാത്ര പോവുകയാണ്, നിസ്കാരം ജംഅ് ചെയ്യാം, ഖസ്ർ ചെയ്യാം. ഓരോ നിസ്കാരം അതേ സമയത്ത് നിസ്കരിക്കലാണ് ബാധ്യത. യാത്രക്കാരാകുമ്പോൾ പ്രയാസമുണ്ടാകും, ചിലപ്പോൾ പള്ളി ഉണ്ടാവില്ല, ചിലപ്പോൾ നിസ്കരിക്കാൻ സാഹചര്യം ഉണ്ടാവില്ല, വേണ്ട, ജംഅ് ചെയ്യാം. അവിടെ തന്നെ 4 റക്അത്ത് നിസ്കരിക്കണ്ട, 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി, ഖസ്റാക്കി നിസ്കരിക്കാം. സുന്നത്തുകളൊന്നും നിസ്കരിക്കണ്ട, സുന്നത്തൊക്കെ ഒഴിവാക്കുക. നബി തങ്ങൾ ആകെ യാത്രയിൽ
മഗ്‌രിബിന്റെ സുന്നത്തും വിത്റുമാണ് സുബഹിന്റെ സുന്നത്താണ് നിസ്കരിച്ചത്. ബാക്കിയൊക്കെ നബി ഒഴിവാക്കലാണ് പതിവ്. അതൊക്കെ ആശ്വാസമാണ്. അപ്പൊ എവിടെ പ്രയാസമുണ്ടോ അവിടേക്ക് അവന് ആശ്വാസമുണ്ട്. ജുമുഅ നിർബന്ധമാണ്. ആഴ്ച ഒരു ദിവസം ആ സമയത്ത് പള്ളിക്ക് വരിക എന്ന് പറഞ്ഞാൽ കഴിയാത്ത കാര്യമല്ല. അപ്പോൾ അത് കൽപ്പിച്ചു. എന്നാൽ ഒരാൾ യാത്രയിലാണ്, വേണ്ട, ജുമുഅക്കല്ല. സ്ത്രീയാണ്, അവൾക്ക് ജുമുഅ നിർബന്ധമില്ല. രോഗിയാണ്, ജുമുഅ നിർബന്ധമില്ല. അവിടെ ആശ്വാസം നൽകി. ഇങ്ങനെ ഏതിലും കാണാം, ഇബാദാത്തില്, മുആമലാത്തില്, ക്രയവിക്രയങ്ങളില് എല്ലാ സ്ഥലത്തും അല്ലാഹു തആല ഈ ആശ്വാസം നിശ്ചയിച്ചു കൊടുക്കുന്നു. അത് മതത്തിനൊരു അടിസ്ഥാനമാണ്. അതേപോലെ ഫർള് കിഫായകൾ പൊതുവെ ആശ്വാസമാണ്. ഫർള് കിഫായ, ഒരാൾ മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കണം, ആരെങ്കിലും കുളിപ്പിച്ചാൽ മതി, എന്നാൽ എല്ലാവരും ബാധ്യതയും കഴിഞ്ഞു, അത് ആശ്വാസമാണ്. എന്നാലും ഒരാൾ മരിച്ചാൽ ആ മഹലിൽ എല്ലാവരും മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുന്നതല്ലോ, അത് ബുദ്ധിമുട്ടാണല്ലോ. എല്ലാവരും മയ്യത്ത് നിസ്കരിച്ചേ പറ്റൂ, മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ കുറ്റം കിട്ടുന്നല്ലോ, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേണ്ട ആശ്വാസം കൊടുത്തു, ആരെങ്കിലും നിസ്കരിക്കണം. ഒരാൾ നിസ്കരിച്ചാൽ തന്നെ എല്ലാവരുടെ ബാധ്യതയും കഴിഞ്ഞു. എന്നാൽ ഒരാളെങ്കിലും നിസ്കരിക്കുന്നു എന്ന് ഉറപ്പെടുത്തേണ്ട ബാധ്യത എല്ലാവരും ഏൽപ്പിച്ചു. ആരും നിസ്കരിക്കാതെ കൊണ്ടുപോയി മറവ് ചെയ്തു, അപ്പം എല്ലാവരും കുറ്റക്കാരായി മാറും. കാരണം അത് എല്ലാവർക്കും ബാധ്യത ഉണ്ട്. ആരെങ്കിലും ഒരാൾ, ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഒരു കുട്ടിയോ ഒരാൾ നിസ്കരിച്ചാൽ മതി, എല്ലാവരുടെയും ബാധ്യത അവസാനിച്ചു. മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റൂല, വേണ്ട, തൈമം ചെയ്താൽ മതി. തൈമം ചെയ്യാനും കഴിയില്ല, എന്നാൽ വേണ്ട, അങ്ങനെ കൊണ്ടുപോയി മറവ് ചെയ്തോട്ടെ. ഇപ്പം കോവിഡ് സമയത്തൊക്കെ നമ്മൾ കുളിപ്പിക്കാതെയും ഒന്നുമില്ലാതെ കൊണ്ടുപോയി മറവ് ചെയ്തിരുന്നു. നിർവാഹമില്ല, നിവൃത്തിയില്ല. ഖബർ കൊണ്ടുപോയി മറവ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഖബറിൻ്റെ പുറത്ത് നിസ്കരിച്ച് പകരും. അവിടെ ആശ്വാസം നൽകി. അപ്പം മതത്തിൽ ആശ്വാസമുണ്ട്. മതത്തിൻ്റെ അസുലാണ് ഖാഇദത്തു ശരീഅത്തി തൈസീറു ഫീ കുല്ലി അംരിൻ നാബഹു തഅസീറു എന്നാണ്. ശരീഅത്തിൻ്റെ നിയമമാണ് അത്തൈസീർ, ആശ്വാസം, എളുപ്പം നൽകുക. ഫീ കുല്ലി അംരിൻ നാബഹു അത്തഅസീറു, പ്രയാസമുള്ള ഏത് വിഷയത്തിലും ഏത് കാര്യത്തിലും അവൻ അല്ലാഹു തആല എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നു. അത് ദീനിൻ്റെ ഒരു അടിസ്ഥാനമാണ്. അത് അല്ലാഹ് ഖുർആനിൽ പഠിപ്പിച്ച കാര്യമാണ്, ഹദീസിൽ പഠിപ്പിച്ച കാര്യമാണ്. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പൈൽസ് ബാധിച്ച് രോഗിയായി, പിന്നെ ശരീരത്തിൽ രക്തമൊക്കെ ഒരുപാട് വാർന്നൊഴുകി ക്ഷീണിതനായി വീട്ടിൽ കിടക്കുമ്പോൾ നബി തങ്ങൾ സന്ദർശിക്കാൻ വന്നു. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അപ്പം നബിയോട് അദ്ദേഹം ചോദിച്ചു, നബി, എനിക്ക് നല്ല ക്ഷീണമാണ്, പലപ്പോഴും എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല, ശരീരമാകെ പിന്നെ ക്ഷീണിച്ചിട്ടുണ്ട്, നിസ്കാരം എന്തു ചെയ്യണം? നബി തങ്ങൾ പറഞ്ഞു, സ്വല്ലി ഖായിമൻ, നീ നിന്ന് നിസ്കരിക്കണം. ഫഇല്ലം തസ്തതി, കഴിയില്ല എങ്കിൽ ഫഖാഇദ, ഇരുന്ന് നിസ്കരിച്ചോ പറഞ്ഞു. കണ്ടോ? അപ്പം കഴിയുമെങ്കിൽ നിന്ന് നിസ്കരിക്കണം, കഴിയില്ലെങ്കിലോ ഇരുന്ന് നിസ്കരിച്ചോ. ഫഇല്ലം തസ്തതി, അതിലും കഴിയില്ലെങ്കിൽ ഫഅലാ ജംബിൻ, നീ കിടന്ന് നിസ്കരിച്ചോ എന്ന് പറഞ്ഞെടുത്തു. അത് ഈ തത്വമാണ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഖുർആനും ഹദീസിലും കാണാൻ പറ്റും. അതെല്ലാം എടുത്തു വെക്കുമ്പോൾ അതിന് കിട്ടുന്ന ഖാഇദയാണ് മതം യുസ്റാണ്. അദ്ദീനു യുസ്റുൻ, മതം എളുപ്പമാണ്, മതത്തിൽ പ്രയാസമില്ല. അതാണ് ആയത്ത്, അല്ലാഹു തആല ദീനിൽ പ്രയാസം നിശ്ചയിച്ചിട്ടില്ല. അപ്പം എവിടൊക്കെ വ്യക്തികൾക്ക് പ്രയാസം ഉണ്ടാകുമോ അവിടെയെല്ലാം അല്ലാഹു തആല അവന് ആശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരാൾക്കും കഴിയാത്തൊരു കാര്യം മതത്തിലോട്ട് കൽപ്പിച്ചിട്ടുമില്ല, അങ്ങനെ ഉണ്ടാവില്ല. ആർക്കും ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ഇസ്ലാമിലില്ല, കഴിയുന്ന കാര്യമേ ഉള്ളൂ. എന്നാൽ സന്ദർഭങ്ങളാൽ, സാഹചര്യങ്ങളാൽ ചില വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റാതെ വരും, അവർക്ക് അവിടെ അല്ലാഹു തആല ആശ്വാസം നൽകിയിട്ടുണ്ട്. അതാണ് 15-ാമത്തെ ബൈത്ത്. ഇനി 16, ഇതിൻ്റെ മറ്റൊരു തലമാണ് വലൈസ വാജിബുൻ ബിലഖ്തിദാരി വലാ മുഹറമുൻ മഅൽ ഖിറാറി. വലൈസ വാജിബുൻ, ഒരു വാജിബും തന്നെ ഇല്ല, ബിലഖ്തിദാരിൻ, കഴിവില്ലാതെ. കഴിയാത്തടത്ത് ഒരു കൽപ്പനയില്ല. അല്ല കൽപ്പിച്ചൊരു കാര്യം ഒരാൾക്ക് കഴിവില്ല, എന്നാ ഓരോ കൽപ്പന ഇല്ല. ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. നോമ്പ് വയ്ക്കാൻ കഴിയില്ല, നോമ്പ് വയ്ക്കണ്ട. ഹജ്ജിന് പോകാൻ കഴിയില്ല, ഹജ്ജിന് പോകണ്ട. കഴിയാതെ ഒരു വാജിബുമില്ല. വലാ മുഹറമുൻ, ഒരു ഹറാമുമില്ല. മഅൽ ഖിറാറി, അനിവാര്യ ഘട്ടം വന്നാൽ പിന്നെ ഹറാമില്ല, ഒരു നിവൃത്തിയില്ല, പിന്നെ ഹറാമില്ല. ഓന ഹറാമൊക്കെ ആ സമയത്ത് ഹലാലായി മാറും. ജീവൻ പോകുകയാണെങ്കിൽ പന്നിമാംസം വരെ ഭക്ഷിക്കാം, ശവം വരെ തിന്നാം. കാരണം എന്താണ്? അപ്പം ഹറാമല്ലേ? അല്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഫമൽ തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫലാ ഇസ്മ അലൈഹി. ഒരാൾ പ്രതിസന്ധി ഘട്ടത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ
പിന്നെ കുറ്റമില്ല. പക്ഷെ 2 നിബന്ധനയുണ്ട്. ഒന്ന് ആദിയാകാൻ പാടില്ല, മറ്റൊന്ന് ബാഗിയാകാൻ പാടില്ല. ആഗ്രഹിക്കാതെയും അതിന് വിടാതെയുമായിരിക്കണം എന്നാണ്. പട്ടിണി കിടന്ന് മരിക്കാൻ സമയത്ത് പന്നി മാംസം കിട്ടി, അപ്പോൾ വിചാരിക്കും ഞാൻ കുറെ കാലമായി പന്നി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്നത്, ഹറാമായതുകൊണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് ചാൻസ് കിട്ടിയല്ലോ, അത് പറ്റൂല, അപ്പൊ ഹറാം തന്നെയാണ്. മനസ്സതിനോട് ആഗ്രഹിച്ചു പോയി. എന്നുവെച്ചാൽ ആ കഴിക്കുമ്പോഴും മനമില്ല മനസ്സോടെ ഇത് പാടില്ലാത്തതാണല്ലോ, അല്ല എനിക്ക് മാത്രം ഇപ്പോൾ ആനുകൂല്യം തന്നതാണ്, അതുകൊണ്ട് ഏറ്റവും മിനിമത്തിൽ ജീവൻ നിലനിർത്താൻ വേണ്ടത് മാത്രം കഴിക്കുക. ഒരാദിൻ അതിന് വിടാനും പാടില്ല. ഇപ്പം എനിക്ക് ഹലാലല്ലേ, എന്നാലും 2 കിലോ എടുത്തോ, ഏതായാലും വളർച്ച തിന്നുക, അത് പറ്റില്ല. ജീവൻ നിലനിർത്താൻ എത്രയാണോ കഴിക്കേണ്ടത് അത് കഴിക്കുക, ബാക്കി പാക്ക് ചെയ്ത് കയ്യിൽ പിടിക്കുക, ഇനി കുടുങ്ങിയെടുക്കാൻ അതൊന്നും പറ്റില്ല. ആ പരിപാടിയൊന്നുമില്ല. അപ്പം രക്ഷപ്പെടാൻ ആവശ്യമായത് മാത്രം കഴിക്കാം. അതാണ് എന്ന് പറഞ്ഞത്. അത് വന്നാൽ വകുപ്പ് മാറി, അപ്പൊ അവന് കുറ്റമില്ല. ഫിഖിന്റെ മറ്റു ഭാഷയിൽ പറയും അൽ-ളറൂറാത്തു തുബീഹുൽ മുഹറമാത്ത്. അൽ-ളറൂറാത്തു തുബീഹുൽ മുഹറമാത്ത്, അനിവാര്യതകൾ ഹറാമുകളെ ഹലാലാക്കി മാറ്റുന്ന. അന്യപ്പെണ്ണിനെ കാണൽ, തൊടൽ എന്താ വിധി? ഹറാമാണ്. എന്നാൽ ഒരു ഡോക്ടർ മുമ്പിൽ വരുമ്പോഴോ, ചികിത്സിക്കാൻ വേണ്ടി വരുമ്പോൾ ഡോക്ടറെ കാണാം, സംസാരിക്കാം, തൊടൽ ആവശ്യമാണെങ്കിൽ തൊടാം, പക്ഷെ തൊടേണ്ട സ്ഥലത്ത് മാത്രമേ തൊടാൻ പറ്റുള്ളൂ. ചികിത്സയുടെ ഭാഗമായി കൈ പിടിക്കണോ കൈ പിടിക്കാം, കാല് പിടിക്കണോ കാല് പിടിക്കാം, ശരീരത്തിന് ഏത് ഭാഗത്താണ് രോഗമുള്ളത്, ഏത് ഭാഗത്താണോ പരിശോധിക്കേണ്ടത് അത് പരിശോധിക്കാം. അതിനപ്പുറത്തേക്ക് പോയാലോ ഹറാമായി മാറുകയും ചെയ്യും. അപ്പൊ ഏത് രംഗത്തും അൽ-ളറൂറാത്തു തുബീഹുൽ മുഹറമാത്ത്, അനിവാര്യ ഘട്ടങ്ങൾ ഹറാമുകളെ ഹലാലാക്കി മാറ്റുന്നു. അതാണ് ഇവിടെ പറഞ്ഞ വലാ മുഹറമുൻ മഅൽ തീറാറി, പ്രയാസത്തോടു കൂടി ഒരു ഹറാമുമില്ല, കഴിവില്ലായ്മയോട് കൂടി ഒരു വാജിബുമില്ല. വലൈസ വാജിബുൻ ബിലഖ്തിദാരി, ഖുദ്റത്തില്ലാതെ വാജിബില്ല. ഇൽത്തിറാറുണ്ടെങ്കിൽ ഹറാമുമില്ല. അപ്പൊ കഴിയില്ല എങ്കിൽ അവന് വാജിബില്ല. അവിടെ ഹജ്ജ് പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞു മനിസ്തത്വ ഇലൈഹി സബീല, കഴിവുള്ളവർ ഹജ്ജ് ചെയ്യട്ടെ. അപ്പൊ കഴിവില്ലെങ്കിലോ ചെയ്യണ്ട. പൈസ ഉണ്ട് പക്ഷെ പോകാൻ ആരോഗ്യമില്ല, അവന് പോകേണ്ടതില്ല. ആരോഗ്യമുണ്ട്, പോകാനുള്ള സാമ്പത്തിക ശേഷിയില്ല, പോകേണ്ടതില്ല. ആരോഗ്യമുണ്ട്, പണവുമുണ്ട്, പക്ഷേ പോകാനുള്ള റൂട്ടുകളില്ല. ഫ്ലൈറ്റൊക്കെ ക്യാൻസലാണ്. ഇപ്രാവശ്യം ഹജ്ജിന് ആർക്കും പോകാൻ അനുവാദമില്ല, സർക്കാർ അനുവദിക്കുന്നില്ല. ആ നാട്ടിൽ നിന്ന് യാത്ര പോകാൻ അവിടെ പെർമിഷൻ ഇല്ല, വേണ്ട, അവർ പോകേണ്ടതില്ല. ഏത് കാര്യം അങ്ങനെ തന്നെ. കഴിവില്ലെങ്കിൽ വാജിബില്ല, അനിവാര്യ ഘട്ടത്തിൽ പ്രയാസമെങ്കിൽ ഹറാമുമില്ല. അത് മതത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്. അതിനനുബന്ധമായിക്കൊണ്ട് തന്നെ വകുല്ലു മഹ്ലൂലിൻ മഅൽ ളറൂറ ബിഖദ്രി മാ തഹ്താജുൽ ളറൂറ, വകുല്ലു മഹ്ലൂലിൻ, എല്ലാ ഹറാമായ കാര്യങ്ങളും മഅൽ ളറൂറത്തി, ഇത്തരം അനിവാര്യ ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ബിഖദ്രി മാ തഹ്താജുൽ ളറൂറ, ആ ലറൂറത്തിൽ ആവശ്യമായ തോതിൽ മാത്രമാണ് ചെയ്യാവുന്നത്. ഇന്നത്തെ പറഞ്ഞത് തന്നെ അനിവാര്യതയാണ് എന്ന് കരുതി എത്രയും ആവാം എന്തുമാവാം എന്നില്ല. അതിൽ തോതനുസരിച്ച് എത്രയാണോ വേണ്ടത് അത്. അതാണ് അൽ-ളറൂറ തുഖദ്ദറു ബിഖദ്രിഹാ എന്ന് പറയും. അൽ-ളറൂറത്തു തുഖദ്ദറു ബിഖദ്രിഹാ, തോതനുസരിച്ച് കണക്കാക്കപ്പെടുന്ന. അപ്പൊ നിൽക്കാൻ കഴിയില്ല എങ്കിൽ നിസ്കരിക്കാം. എന്നാൽ നിൽക്കാൻ ബുദ്ധിമുട്ടില്ല, സുജൂദ് നിൽക്കുവാൻ ബുദ്ധിമുട്ടുള്ളൂ, അവൻ നിൽക്കണം. സുജൂദ് നിൽക്കുന്ന സമയത്ത് മാത്രം ഇരുന്നാൽ മതി. സുജൂദ് നിൽക്കുവാനും ബുദ്ധിമുട്ടില്ല, അത്തഹിയാത്തിൽ ഒരു കാല് മടക്കി നിൽക്കാൻ പറ്റില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുവരെ നിൽക്കണം. അത്തഹിയാത്തിൽ മാത്രം ഓന് അല്ലാത്ത ഇരുത്തം ഇരുന്നോട്ടെ. ചില ആളുകൾ നടന്ന് വന്ന് ഇവിടെയൊക്കെ നടന്ന് കസാര എടുത്ത് ഒന്ന് ഏറ്റിക്കൊടുന്ന് അവിടെ ഇട്ടിട്ട് പിന്നെ ഇരുന്ന് നിസ്കരിക്കും. അത് പറ്റൂല, ഒന്ന് നിസ്കരിക്കണം. എവിടെയാണോ നിൽക്കാൻ കഴിയാത്തത് അവിടെ ഒന്ന് ഇരുന്നോട്ടെ. ഫർളിൽ സുന്നത്താണി പ്രശ്നമില്ല, സുന്നത്താണി ഒരു പ്രശ്നമില്ലെങ്കിലും ഇരുന്ന് നിസ്കരിക്കാം. ഇപ്പൊ തറാവീഹ് നിസ്കരിക്കുന്നു, അപ്പൊ നിൽക്കാൻ ഓനൊരു മനസ്സില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, ഓൻ ചേരിട്ടോടിരിക്കാം. കൂലി പകുതിയാവുന്നുള്ളൂ. നിന്നവൻ്റെ പകുതി കൂലിയാണ്, ഇരുന്നവൻ്റെ പകുതി കൂലിയാണ് കിടന്ന് നിസ്കരിക്കാൻ. അപ്പോൾ കിടന്നു നിസ്കരിക്കാം, കുഴപ്പമില്ല. അവിടെ കിടന്ന് നിസ്കരിക്കുകയാണ്, ഒരു പ്രശ്നമില്ല, അസുഖമില്ല, ഒന്നുമില്ല. സുന്നത്തിൽ പറ്റും, ഫർദിൽ പറ്റൂല. ഫർദിലാണെങ്കിൽ നിന്ന് നിസ്കരിക്കുന്നത് മാത്രമേ പറ്റുകയുള്ളൂ. അപ്പം ഏത് അനിവാര്യതകളും
തുഖദ്ദറു ബിഖദ്രിഹാ, അതിൻ്റെ തോത് പ്രകാരം കണക്കാക്കപ്പെടും. അപ്പോൾ ആ പ്രയാസം എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഒരാശ്വാസം അവിടെ കിട്ടിക്കൊണ്ടിരിക്കും എന്നർത്ഥം. അത് മതത്തിൻ്റെ ഒരു അനിവാര്യമാണ്. അതിനപ്പുറത്തുള്ളതോ ഒന്ന് ഹലാലാവുന്നുമില്ല. ബാക്കി അല്ലാത്തൊരു അസൽ നിയമത്തിൽ നിൽക്കും. ഓന് കഴിയാത്തത് മാത്രമേ ഇളവുള്ളൂ, കഴിയുന്നിടത്ത് ഇളവില്ല. അപ്പം കഴിയുന്നത് അങ്ങനെ തന്നെ ചെയ്യണം, കഴിയാത്തത് മാത്രം ആനുകൂല്യം അവന് ലഭിക്കുകയും ചെയ്യും. ഇതാണ് മറ്റൊരു കവിതയായി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞത്. ആ ഭാഗം അവിടെ അവസാനിച്ചു. ഇനി അടുത്ത കായികയിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞ നിയ്യത്താണ് പറഞ്ഞത്. രണ്ട്, ദീനിൻ്റെ അടിസ്ഥാനം തന്നെ അടിമകളുടെ നന്മകളും ദോഷമില്ലാതാക്കലുമാണ് എന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞത് നന്മകൾ പരസ്പരം വൈരുദ്ധ്യമായി വന്നാൽ ഏറ്റവും വലിയതാണ് പ്രാവർത്തികമാക്കേണ്ടത്, ദോഷങ്ങൾ പരസ്പരം വൈരുദ്ധ്യമായി വന്നാൽ ഏറ്റവും ചെറിയതാണ് പ്രാവർത്തികമാക്കേണ്ടത്. എന്നാൽ പ്രയാസമുള്ളിടത്തെല്ലാം മതം ആശ്വാസം നൽകും. മതത്തിലെ അസലാണ് തൈസീർ, പ്രയാസം ഉള്ളിടത്തൊക്കെ ആശ്വാസം നൽകുക എന്ന മതത്തിൻ്റെ അടിസ്ഥാന നിയമമാകുന്നു. പിന്നെ കഴിവില്ലായ്മയാണെങ്കിൽ വാജിബില്ല, അനിവാര്യ ഘട്ടമാണെങ്കിൽ ഒരു ഹറാമുമില്ല. ഹറാം ഹലാലായി മാറും, വാജിബ് ഒഴിവായി കിട്ടുകയും ചെയ്യും. പക്ഷേ അതിൽ തോതനുസരിച്ച് മാത്രമാണ്. എത്രയാണോ ആവശ്യം അത്രമാത്രം. ബിഖദ്രി മാ തഹ്താജു ളറൂറ, ളറൂറത്ത് എത്രയാണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് മാത്രമാണ് അവൻ അതിന് ആശ്വാസം നൽകപ്പെടുക. ഇതാണ് മൊത്തം പറഞ്ഞ കാര്യങ്ങൾ. ഇനി അടുത്തത് കൂടി എടുക്കണല്ലേ. 18ാമത്തെ വരി, വതർജിഉൽ അഹ്കാമു ലിൽ യഖീനി ഫലാ യുസീലു ശക്കു ലിൽ യഖീനി. വതർജിഉൽ അഹ്കാമു ലിൽ യഖീൻ, ഹുക്മുകൾ മതനിയമങ്ങളെല്ലാം യഖീനിലേക്കാണ് മടങ്ങുക. ഫലാ യുസീലു ശക്കു ലിൽ യഖീനി, ശക്ക് യഖീനിനെ ഇല്ലാതാക്കുകയില്ല. ഉറപ്പാണ് ഇതിൻ്റെ അസുൽ. സംശയം കൊണ്ട് ഉറപ്പില്ലാതാവൂല. മനസ്സിലായിട്ടുണ്ടാവില്ല. വുളൂ ചെയ്തു എന്ന് ഉറപ്പാണ്, വുളൂ മുറിഞ്ഞോ സംശയം, എങ്കിൽ ഉറപ്പുള്ളതിലേക്ക് മടങ്ങുക. ഏതാ ഉറപ്പ്? ഒന്നുണ്ടാക്കി, അത് ഉറപ്പാണ്. ഇനി മുറിഞ്ഞോ സംശയം ഉണ്ടെങ്കിൽ മുറിഞ്ഞിട്ടില്ല. ഉളു ഉണ്ടാക്കി എന്നുള്ളത് ഉറപ്പാണ്, മറ്റൊരു സംശയമാണ്. സംശയം കൊണ്ട് ഉറപ്പില്ലാതാവൂല. വലാ യുസീലു ശക്കു ലിൽ യഖീനി, ശക്ക് യഖീനിനെ ഇല്ലാതാക്കുകയില്ല. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഉറപ്പാണ്, ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഉറപ്പാണ്. എന്നാലോ ആ ഉറപ്പ് വെക്കണം, ആ ഉറപ്പ് നിൽക്കണം, അല്ലാതെ ഇതിനപ്പുറത്ത് പോകാൻ പാടില്ല. ഇനി മുറിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാണ്, ഒതു മുറിഞ്ഞിട്ടില്ല അത് ഉറപ്പാണ്, പക്ഷെ ഒതു എടുത്തോ സംശയം. നേരത്തെ മൂത്രയിക്കാനൊക്കെ പോയിരുന്നു, പിന്നെ ഒന്നുണ്ടാക്കിയിരുന്നു. അപ്പം ആദ്യം ഒതുഎടുത്തതാണോ അത് ആദ്യം മൂത്രയിച്ചതാണോ, മൂത്രയിച്ച ശേഷം പിന്നെ ഒന്നുണ്ടാക്കിയോ, അത് ഓരോ ഉറപ്പില്ല. പക്ഷെ അതിന് ശേഷം പിന്നെ മുറിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാണ്, പക്ഷെ ഒതുടുത്തു എന്നുള്ള ഉറപ്പില്ല. അപ്പോൾ ഉറപ്പുണ്ടെങ്കിൽ നിൽക്കണം, സംശയത്തിൽ നിൽക്കാൻ പറ്റില്ല. നിസ്കരിക്കുമ്പോൾ റക്അത്ത് 3 ആണോ 4 ആണോ സംശയം. അപ്പം 3 ഉറപ്പാണല്ലോ, 3 ഉറപ്പാണ്. 4ാമത്തെ ആയോ ഇല്ല സംശയമുള്ളത്, എങ്കിൽ സംശയം ഒഴിവാക്കാം, ഉറപ്പിൽ നിൽക്കുക. അതാണ് വതർജുൽ അഹ്കാമു ലിൽ യഖീനി, എല്ലാ ഹുക്മുകളും യഖീനിലേക്കാണ് മടങ്ങുക. ഏതാണോ ഉറപ്പ് അതിലേക്ക് മടങ്ങും. അതുകൊണ്ട് ഫലാ യുസീലു ശക്കു, ശക്ക് ഇല്ലാതാക്കുകയില്ല. എന്തിനെ? ലിൽ യഖീനി, യഖീനായ കാര്യത്തിനെ ശക്ക് കൊണ്ട് ഇല്ലാതാക്കുക. അതിലാണ് ഒരാൾ കാഫിർ മുസ്ലിക്ക് പറയാൻ പാടില്ല എന്നൊക്കെ ഇതിനാണൊക്കെ. ഒരാൾ ജന്മം കൊണ്ട് മുസ്ലിമാണ്, ജനിച്ചപ്പോൾ മുസ്ലിമായ ഉമ്മാനെയും ബാപ്പാനെയും മകനായി ജനിച്ചു എങ്കിൽ ഓ മുസ്ലിം ഉറപ്പാണല്ലോ. ഇനി ഓന് മുസ്ലിം അല്ലാന്ന് വിധി എഴുതണമെങ്കിൽ അതുപോലെ ഒരു ഉറപ്പ് വേറെ കിട്ടണം. മുസ്ലിമാന്ന് ഉറപ്പാണ്, ഇസ്ലാമിന് പുറത്തു പോയി എന്ന് വിധി പറയണമെങ്കിൽ, അയാൾ കാഫിറായി, അയാൾ മുസ്ലിക്കായി, മുർത്തദ്ദായി എന്ന് പറയണമെങ്കിൽ ആ ഉറപ്പിനെ മറികടക്കാൻ പറ്റിയ മറ്റൊരുറപ്പ് വേണം. ഓ സ്വയം പ്രഖ്യാപിച്ചു ഞാൻ ഇസ്ലാം ഒഴിവാക്കി, ഐ ആം ആൻ എക്സ് മുസ്ലിം എന്ന് ഫേസ്ബുക്കിൽ ഇട്ടു, ഓക്കെ, പിന്നെ സംശയിക്കാനില്ല, അത് ഒന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനിക്കാനും പഴുതില്ലാത്ത കുഫ്റും ചെയ്തു, പച്ചക്കോന് ദീന് തള്ളി പറഞ്ഞു, അപ്പോൾ ഉറപ്പായി. അല്ലാതെ സംശയത്തിൻ്റെ പേരിൽ ആ യഖീനിനെ ഇല്ലാതാക്കാൻ പറ്റുകയില്ല. അപ്പം എല്ലാത്തിലേക്കും വരും, വിശ്വാസത്തിലേക്ക് വരും, കർമ്മങ്ങളിലേക്ക് വരും, ഏത് വിഷയത്തിലേക്കും ഇത് വരും. അപ്പം ഏത് കാര്യത്തിലാണെങ്കിലും ശരി യഖീനാണ് എടുക്കേണ്ടത്. ഒരു പെണ്ണിനെ ഒരാൾ വിവാഹം കഴിച്ചോ ഇല്ല സംശയം, നിക്കാഹ് കഴിഞ്ഞോ ഇല്ല സംശയം, എന്നതിന് ഭയവർത്തകമായി ജീവിക്കാൻ പറ്റുമോ? ഇല്ല, നിക്കാഹ് വേറെ ചെയ്യണം.
നിക്കാഹ് വേറെ ചെയ്യണം. അല്ലെ ആ നിക്കാഹ് ശരിയായിട്ടുണ്ടോ ഇല്ല സംശയം ഇല്ലെങ്കിൽ ഉറപ്പിലേക്കാണ് എപ്പോഴും പോകേണ്ടത്. ഏത് കാര്യം ഒരാൾക്ക് സംശയം, ഞാൻ ഇപ്പൊ ഭാര്യ തൊലാക്ക് ചെല്ലിയോ ഇല്ലേ, ഭാര്യയെ തൊലാക്ക് ചൊല്ലിയോ ഇല്ലേ സംശയം. അപ്പൊ ഏതാ ഉറപ്പ്? ചൊല്ലിയിട്ടില്ലാന്ന്. അസ്ലതാണല്ലോ, അസ്ല് ചൊല്ലിയിട്ടില്ല എന്നാണ്. ഇനി ചൊല്ലിയോ സംശയമാണ്, അപ്പൊ ഇല്ലാന്ന് വെച്ചാൽ മതി. ആ അസ്ല് പ്രകാരം പോകാം. അപ്പൊ ഏത് കാര്യത്തിലും അങ്ങനെയാണ് അവൻ സ്വീകരിക്കേണ്ടത്. ത്വാഫ് സഅയ് ഒക്കെ തന്നെ. ത്വാഫ് ചെയ്യുമ്പോൾ എണ്ണം പഴച്ചു, അപ്പോൾ സംശയം 3 4 ഉറപ്പുള്ളത് 3 അതെടുക്കാം. അഥവാ 4 അയക്കണ് ആയിക്കോട്ടെ, ഓന് ഉറപ്പും 3 ആ 3 നിൽക്കുക. സഅയ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ. എത്രാമത്താന്ന് ഒരു ശ്രദ്ധ കിട്ടുന്നില്ല, ഇടയ്ക്ക് വിട്ടുപോയി എങ്കിൽ ഒരു ഉറപ്പുള്ള ഏതാണോ അവിടെയാണ് നിൽക്കേണ്ടത്. അപ്പൊ ഏത് കാര്യത്തിലും, അത് ഫിഖ്ഹിൽ മാത്രമല്ല അഖീദയിൽ പോലും അങ്ങനെ തന്നെയാണ് വരിക. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനയിലും ഏത് വിഷയത്തിലും പാലിക്കേണ്ടത് എല്ലാം മടങ്ങുന്നത് യഖീനിലേക്കാണ് എന്നതാണ് അസ്ല്. അവിടെ ആ യഖീന് ഇല്ലാതാക്കണമെങ്കിൽ മറ്റൊരു യഖീന് വേണം. ഒരു യഖീനിനെ ഇല്ലാതാക്കണമെങ്കിൽ മറ്റൊരു യഖീന് വേണം. അല്ലാതെ ശക്ക് കൊണ്ട് മാത്രം ഒരു യഖീനിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഉറപ്പുള്ള കാര്യത്തെ ഇനി വിധി മാറ്റണമെങ്കിൽ സമാനമായ ഉറപ്പ് വേറെ ലഭിക്കണം. അതല്ലാത്തത്തോളം കാര്യം സംശയത്തിൻ്റെ പേരിൽ, ഊഹത്തിൻ്റെ പേരിൽ ഉറപ്പുള്ള കാര്യത്തെ വേണ്ടെന്ന് വെക്കേണ്ട കാര്യം മതത്തിലില്ല. എല്ലാ ഹുക്മുകളും മടങ്ങുന്നത് യഖീനിലേക്കാവും. തർജിഉൽ അഹ്കാമു ഇലൽ യഖീനി ഫലാ യുസീലു ശക്കു ലിൽ യഖീനി എന്ന് പറഞ്ഞത് അവിടെയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്. അപ്പോൾ മൊത്തം 18 ബൈത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞു. മൊത്തം ബൈത്തുകൾ 49. അത് 18 ബൈത്ത് കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നമുക്ക് 2 ക്ലാസ് ബാക്കി ഉണ്ടാവും. ആ 2 ക്ലാസ്സായിട്ട് ആയോടത്തോളം എടുക്കാം. ബാക്കി പിന്നീട് എപ്പോഴെങ്കിലും പൂർത്തിയാക്കാം. എന്നാൽ ഇതൊക്കെ നിത്യജീവിതത്തിൽ ധാരാളമായി ആവശ്യം വരുന്ന വശങ്ങളാണ്. ഓരോ മസ്അലയും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഈ അസ്ല് പഠിഞ്ഞാൽ ഇനി ഓരോ മസ്അലയും പഠിക്കേണ്ട കാര്യമില്ല. 100,000 മസ്അല വരുമ്പോഴും അതിലേക്കെല്ലാം ഇത് വെച്ചു കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഫത്വ കൊടുക്കുന്ന ആളുകൾ, ഖാദിമാര്, അവർക്കെല്ലാം കൂടുതൽ ആവശ്യമില്ലാണ് ഈ ഖവായിദുകളൊക്കെ. പല വിഷയത്തിൽ ആളുകൾ സംശയം ചോദിക്കും. അപ്പോൾ എല്ലാ സംശയം അങ്ങനത്തെ ഹദീസ് ഉണ്ടാവുമോ ചോദിച്ചാൽ ഉണ്ടാവില്ല. എന്നാൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഖുർആൻ ഹദീസും പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യം എന്തുമാവാം. ആ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം കൊടുക്കുക? ഇതെല്ലാം പഠിച്ചതെല്ലാം മനസ്സിൽ വെക്കുമ്പോൾ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ പണ്ഡിതന്മാർക്ക് മനസ്സിലാവും ഇതിന് ഉത്തരം ഇന്നതാണ്. ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് അവർ മറുപടി പറയുക. അല്ല ആ പറഞ്ഞ കാര്യം ഹദീസിലുണ്ടോ ചോദിച്ചാൽ ചിലപ്പോൾ ഹദീസിലുണ്ടാവില്ല. പക്ഷെ സമാനമായ തത്വം ഹദീസിലും ഖുർആനും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ വിധി പറയുന്ന ആളുകൾ, ഫത്വ കൊടുക്കുന്ന മുഫ്തിമാർ, ആളുകൾക്ക് സംശയത്തിന് മറുപടി കൊടുക്കുന്ന പണ്ഡിതന്മാർ, അവരെല്ലാം നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഭാഗമാണ് ഇത്തരം ഖവാഇദുകൾ. നമ്മളും ഇതൊക്കെ പഠിച്ചു വെച്ചാൽ ജീവിതത്തിൽ പലപ്പോഴും ഇതൊരു വെളിച്ചം, ദീനിനെ കുറിച്ച് കുറച്ചും കൂടെ ഒരു അതിൻ്റെ ഒരു ഇസ്സത്ത് നമുക്ക് ബോധ്യപ്പെടും. ദീൻ എത്രമാത്രം ദൈവികമാണ്, അതിൻ്റെ മുഴുവത്ത് എത്രമാത്രമാണ് എന്നൊക്കെ ഒന്നുകൂടെ മനസ്സിലാകാനും റബ്ബിൻ്റെ റഹ്മത്തും റഅഫത്തും മനസ്സിലാകാനും ഒക്കെ ഇത് നിമിത്തമാണ്. അങ്ങനെ ആകുമ്പോൾ ദീന് ഉൾക്കൊണ്ടുകൊണ്ട് സംതൃപ്തിയോടുകൂടി ഇത് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറേ നിയമം വരുമ്പോൾ എന്താ അപ്പം അങ്ങനെ കുറേ നിയമം, കുറേ അങ്ങനെ കുറേ ഇങ്ങനെ, അപ്പം അതൊക്കെ ഒരു മതത്തിനോട് തന്നെ ഒരു മടുപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അല്ലാഹ് തന്ന അങ്ങേറ്റത് കാരുണ്യമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ഏറ്റെടുക്കാൻ സാധിക്കുക. ആ നിലയ്ക്ക് നമ്മൾ ദീനു പഠിക്കാൻ തയ്യാറാവുക. പടച്ച റബ്ബ് നമുക്കെല്ലാം ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം നിർവഹിക്കുന്ന നമ്മുടെ അമലുകളെ അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. പരിപൂർണമായ പ്രതിഫലം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.